നമസ്കാരം. AMMAയിലെ പ്രശ്നം വീണ്ടും വീണ്ടും വാർത്തകളാകുമ്പോൾ അത് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരികയാണ്. ഇപ്പോൾ നിലവിലുള്ള പ്രസിഡൻറ്റിനെ പുറത്താക്കാൻ ഞാൻ വിചാരിച്ചിരുന്നത് സീനിയർ പുരുഷ മേധാവിത്വം മുൻകൈ എടുക്കും, ഓപ്പണായി വരും, അതിനു വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ കാണുന്നത് ആദ്യമായിട്ടാണ് ഒരു വനിത ഇത്രയും വലിയ സംഘടന ഒന്നും പറയില്ല, 500 പേരേ ഉള്ളൂ അതിൽ മെമ്പേഴ്സായിട്ട്. അതിൻ്റെ തലപ്പത്ത് ആദ്യമായിട്ടൊരു വനിത വരുന്നു. ആ വനിതയെ അതിലെ വനിതകൾ സപ്പോർട്ട് ചെയ്ത കാരണമായിരിക്കണമല്ലോ അവരവിടെ അതിൻ്റെ പ്രസിഡൻ്റ് ആകുന്നത്. 1 വർഷം ആകുന്നതിന് മുന്നേ തന്നെ അവരെ പിടിച്ച് പുറത്താക്കാൻ ആ വനിതകൾ തന്നെ മുൻകൈയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ ആ നെറുകയിൽ നിൽക്കുന്ന സംഭവം എന്താണ്? അവർ ചെയ്ത തെറ്റെന്താണ്? ഈ വനിതകൾ പറയണം. ആ പുറത്താക്കാൻ നേതൃത്വം കൊടുക്കുന്ന വനിതകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ പൂർവ്വകാല ചരിത്രങ്ങൾ മുഴുവൻ പഠിക്കുക. ഞാനിവിടെ പറയാൻ പൂർണ്ണമായി ഉദ്ദേശിക്കുന്നില്ല. അതായത് ഒരു വ്യക്തി അവർക്ക് ഒരു എന്താ പറയില്ലേ, നമ്മുടെ എന്താ പറയുക, ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ഇതുണ്ടെന്ന് ഇവർ ഇടപെട്ട ഒരു സംഭവവും ഇന്നേ വരെ അവർ അതിൽ നാണം കെട്ട് പോയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഈ സംഭവത്തിൽ തന്നെ ആദ്യത്തെ ദിവസം അവിടെ ഒരു എക്സിക്യൂട്ടീവ് കൂടുന്നു. എക്സിക്യൂട്ടീവിൽ പുറത്ത് എന്തൊക്കെയോ ഇവർ തമ്മിലുള്ള വൃത്തികേടുകൾ, അതിൻ്റെ കേസ് ഇപ്പോൾ കോടതിയിൽ വന്നിട്ടുണ്ട്. ആരോ അങ്ങോട്ട് പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞു, ജാതി പറഞ്ഞു, എന്തൊക്കെയോ ഇവർ പറയുന്നുണ്ട്. പേഴ്സണലായിട്ട് ഡീഗ്രേഡ് ചെയ്തു. പോലീസൊക്കെ ഇവിടെ ശരീരത്തിൽ ആരും തൊട്ടിട്ടില്ല, അങ്ങോട്ടും കൂടെ എന്തൊക്കെ പറയുന്നു. ഫ്രണ്ട്ഷിപ്പായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ എന്തെങ്കിലും വാക്തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. അത് വെച്ചിട്ട് യാതൊരു തെളിവും ഇല്ലാതെ അത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നു, കോടതിയിൽ പോകുന്നു. ഇതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റിന് എന്തെങ്കിലും അതിൽ എന്തെങ്കിലും അസറ്റ് വേണ്ടേ? അപ്പോഴല്ലേ പോലീസിന് കേസെടുക്കാൻ പറ്റൂ. അപ്പോൾ പോലീസ് എന്ത് പറഞ്ഞു? കാരണം നേരെ വിളിക്കുന്നത് അതിൻ്റെ മന്ത്രീനെയാണ്. മന്ത്രി പറഞ്ഞ പോലീസിനുണ്ട്. പോലീസ് എന്ത് ചെയ്യാനാ? എന്തെങ്കിലും വേണ്ടേ അതിലൊരു കോപ്പ്? അപ്പോൾ പോലീസ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, കാരണം മന്ത്രി പറഞ്ഞല്ലോ, നിങ്ങൾ കോടതി കൊടുക്കുക. അപ്പോൾ കോടതി തീരുമാനിച്ചോളൂ. കാരണം പോലീസ് ഇപ്പോൾ കേസിട്ടാലും അവസാനം പോകുന്നത് കോടതിയിലേക്ക് തന്നെയാണല്ലോ. അപ്പോൾ നേരിട്ട് കോടതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ കോടതി കൊടുത്തു. അപ്പോൾ കോടതിക്ക് ഇത് കേട്ട് ഇതിൽ കോടതിയായാലും പോലീസായാലും മന്ത്രി ആയാലും ഇതൊക്കെ അവർക്ക് ഒരു തമാശയായിട്ടാണ് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ കാര്യമായിട്ടൊരു സംഭവം ഉണ്ടെന്നേ. ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നവരും അവരെ ഇതിലെ ഇവരുടെ ഒരു സഹോദരിയെ പിടിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ച കഥ, അതിൻ്റെ കേസ് ഇവർ തന്നെ ആദ്യം സത്യം പറഞ്ഞ് കോടതി പോയി മൊഴിമാറ്റി പറഞ്ഞിട്ട് ആ കേസ് അവസാനം ഒന്നുമില്ലാതായി. വീണ്ടും ആ കേസ് എടുത്ത് ഇപ്പോൾ വീണ്ടും കോടതിയിൽ വരുന്നുണ്ട്. ഇവരൊക്കെ എന്തായാലും ഇവരൊക്കെ അവിടെ ഇനി എന്താ പറയാൻ നമുക്ക് നോക്കാം. അതേമാതിരി തന്നെ ഇവരിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ തൊഴിലിൽ ഇറങ്ങിയിട്ട് ഇവരുടെ ഓരോ ലൊക്കേഷനിലും വെച്ച് ഇവർക്ക് കിട്ടിയ അനുഭവങ്ങൾ ഇവർ തന്നെ പ്രശ്നമായപ്പോൾ കഴിഞ്ഞ സർക്കാരിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ആ സർക്കാർ ഒരു അന്വേഷണ കമ്മീഷൻ്റെ ഭാഗമായി ഹേമ കമ്മിറ്റി ഉണ്ടാക്കി. ഹേമ കമ്മിറ്റി സത്യസന്ധമായിട്ട് ഓരോരുത്തരെയും മൊഴിയെടുത്തപ്പോൾ അന്ന് കിട്ടിയ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുള്ള ആ റിപ്പോർട്ട് ഇപ്പോഴും ആദ്യം ഒളിപ്പിച്ചു ഈ പുരുഷ മേധാവിത്വം. ആ ഭരണകൂടത്തെ പിടിച്ചിട്ട് ആ മൊഴികൾ ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ പ്രസിഡൻറ്റിനെ താഴത്തിറക്കാൻ നടക്കുന്ന ഈ സ്ത്രീ ഒന്നും പറയാത്തത്? അതെടുത്ത് ആക്ട് ചെയ്ത് പുറത്ത് ശിക്ഷ ഉണ്ടാക്കണോ? നിങ്ങളുടെ ഒപ്പമുള്ളൊരു സഹോദരി പ്രസിഡൻ്റായി വന്നപ്പോൾ അതിനെ പുറത്താക്കലല്ലോ ഇപ്പോഴത്തെ നിങ്ങളുടെ ജോലി. ആ ഹേമ കമ്മിറ്റി പുറത്തെടുക്കാൻ പറയണോ? അതിന് ആക്ഷൻ എടുക്കട്ടെ. നിങ്ങളുടെ സഹോദരിമാർക്കല്ലേ ഈ പ്രശ്നം അനുഭവിച്ചത്? WCC ഉണ്ടാക്കി അവരെ എവിടെ പോയി? അവരൊന്നും ഇപ്പോൾ മുണ്ടുന്നില്ലല്ലോ.
അവരെ ഞാൻ കുറ്റം പറയില്ല. കാരണം അവർ മാക്സിമം അവരാണ് ശ്രമിച്ചിട്ട് ഈ മുഖ്യമന്ത്രിയെ കണ്ടതും ഈ എമ കമ്മിറ്റിയൊക്കെ ഉണ്ടായത്. പക്ഷേ ആക്ഷൻ ഉണ്ടാവുന്നില്ല. പല സഹോദരിമാരും പിന്മാറി. കാരണം ഇത് ഒന്നും വർക്കൗട്ടാവില്ല. ഇത് ഒരു വലിയ ഗൂഢതന്ത്രം, അതിൻ്റെ പിന്നിൽ കളിക്കുന്ന ഇത്തരത്തിലുള്ള സഹോദരിമാരാണ് ഇതിൻ്റെ ഏറ്റവും ഡേഞ്ചർ എന്ന് ആ സഹോദരിമാർക്ക് മനസ്സിലായി. അവർ മൗനം നടിച്ച് അവരുടെ പറ്റാവുന്ന ജോലിയും ചെയ്ത് അവർ വയറ്റിപ്പഴുപ്പിന് വേണ്ടി ജീവിക്കുന്നു. ആ സമയത്താണ് തൻ്റെ ഇടമുള്ള ഒരു പ്രസിഡൻ്റ് അവിടെ വന്നു. അവർ അവരുടെ മസിൽ വെച്ച് പ്രവർത്തിക്കും, ഒരു സംശയവും വേണ്ട. എന്തോ ഒരു ചർച്ച ചെയ്തപ്പോൾ രാജിവെച്ച് പോയിത്രേ. എന്ത് രാജിവെച്ച്? ഒഫീഷ്യലി രാജിവെച്ചിട്ടുണ്ടോ? രാജിവെച്ച് പോയി എന്ന് ഈ സ്ത്രീ പറയണമെങ്കിൽ അത് ഒഫീഷ്യലായിരിക്കണം. ഒഫീഷ്യലായി അവർ രാജിവെച്ചിട്ടുണ്ടോ? എന്തോ വാക്ക് തർക്കത്തിൻ്റെ മുകളിൽ സ്റ്റേജിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നു, എനിക്കിത് വേണ്ട പറഞ്ഞ് ഇറങ്ങിപ്പോയി. എന്തുകൊണ്ട്? അവരെന്നെ ചൂട് കയറ്റിയ വർത്തമാനങ്ങൾ നിങ്ങളിൽ പലരും പറഞ്ഞു. പഴയ കണക്കാണ് ചോദിക്കുന്നത്. അവർ വരുന്നതിന് മുന്നത്തെ കണക്ക് ഇപ്പോൾ അവരോട് ചോദിച്ചു. എനിക്ക് ആ വിഷയമൊന്നും ചർച്ച ചെയ്യാൻ ഒരു താല്പര്യമില്ല. എനിക്ക് ഈ സ്ത്രീകൾ തന്നെ തല്ലുകൂടുന്നത് കണ്ടിട്ടാണ് എനിക്കിതിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള കൽപ്പ്. ഹേമ കമ്മിറ്റി പൂഴ്ത്തിവെച്ചു. നിങ്ങളുടെ ഒരു സഹോദരി പീഡിക്കപ്പെട്ട് ആ കേസിൽ ഈ പറയുന്ന സ്ത്രീ പോലും കാലുമാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്നിട്ടാണ് അവരുടെ ആ ഹേമ കമ്മിറ്റിക്കൊക്കെ എതിരായി സംസാരിക്കുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റിനെ പുറത്താക്കപ്പോൾ അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. വളരെ ലജ്ജ തോന്നുന്നു നിങ്ങളെക്കുറിച്ചിട്ടൊക്കെ ആലോചിക്കുമ്പോൾ. ഈ സമൂഹത്തിന് മാതൃക കാണിക്കേണ്ടവരാണ് നിങ്ങൾ. അതിന് നിങ്ങൾക്ക് സാധിക്കാതെ ഈ വൃത്തികേടുകൾ ദിവസവും പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ക്യാൻവാസ് ചെയ്ത് നടക്കുന്നു എന്നാണ് പൊതുവെ കേൾക്കുന്ന ഒരു വാർത്ത. ഇനി അഥവാ കാലാവധി ആകുമ്പോൾ ജനറൽ ബോഡി വരും. ഇത് ഒരു ഭരണസമിതി വന്നാൽ അതിനൊരു കാലാവധിയുണ്ട്. അതിൻ്റെ ഇടയിൽ വീണ്ടും അത് വന്ന് അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇനി അടുത്ത ഭരണസമിതി സമയത്ത് ഇവർക്ക് തന്നെ നിങ്ങളുടെയൊക്കെ ഒപ്പമുള്ള സഹോദരിമാർ വീണ്ടും വോട്ട് ചെയ്താൽ നിങ്ങൾ എന്ത് കൂട്ടിയേ പറ്റും? ഒന്നും പറ്റില്ല. അപ്പോൾ ഈ അനാവശ്യമായിട്ട് നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. കാരണം നിങ്ങളെയാണ് അവർ മുതലെടുക്കുന്നത്, നിങ്ങളെയാണ് അവർ പീഡിപ്പിക്കുന്നത്, നിങ്ങൾ അവരെയല്ല. നിങ്ങൾ പീഡിപ്പിച്ച കാരണമാണ് WCC അന്നത്തെ മുഖ്യമന്ത്രിയെ കണ്ടത്, ഹേമ കമ്മിറ്റി ഉണ്ടായത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായത്. ആ റിപ്പോർട്ട് പൂഴ്ത്തി വെപ്പിച്ചത് ആരാണ്? ഈ പറയുന്ന ഇതിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങളുടെ ഇടയിലുള്ള ഈ സഹോദരി തന്നെ അതിന് ഉത്തരം പറയണം. എന്തുകൊണ്ട് അത് പുറത്തു വരുന്നില്ല? എന്തുകൊണ്ട് അതിലെ കുറ്റക്കാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നില്ല? ഇത് ശരിയാണോ ഈ സമൂഹത്തിൽ? എല്ലാവരും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. സിനിമ കാണൽ തന്നെ ഇത്തരം വ്യക്തികളുടെ ഇനി ഒഴിവാക്കണം. രാജ്യദ്രോഹകരമായ സിനിമ പിടിക്കുന്നു, രാജ്യത്തിന് എതിരായ സംഭവങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നു, രാജ്യത്തിനെ മുറിച്ചു മാറ്റുന്ന തരത്തിലുള്ള ആശയങ്ങളുള്ള സിനിമ ഇറക്കുന്നു. എന്നിട്ട് പറയാം ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന്. എന്നാൽ ശരി, ചില സിനിമകൾ ഇവിടെ വരുമ്പോൾ അത് കളിക്കാനും പാടില്ല. അതിന് ഇവരൊക്കെ കൂട്ടും നിൽക്കും. ഇതാണോ ഇവിടുത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യം? ചിന്തിക്കൂ ഇവിടുത്തെ ജനത. ഈ തട്ടിപ്പ് ഇനി ഇവിടെ മുന്നോട്ട് പോകാൻ പാടില്ല ഒരു കാരണവശാലും.